സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. നമ്മളെ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് ഇത് താഴെ വീണിട്ട് വയർ കണക്ട് ചെയ്യുന്ന ആ ടെർമിനലിൻ്റെ ഭാഗം പൊട്ടിപ്പോയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ആ രണ്ട് വയർ ഇങ്ങനെ പീസായി കിടക്കുന്ന ആ ടെർമിനൽ പൊട്ടിയിട്ട് അവരെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ക്ലിയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഏതൊരാൾക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഇതെല്ലാം ഫുള്ള് ചതുങ്ങിയിട്ട് സൈഡൊക്കെ പണിയായി പോയിട്ടുണ്ട്. പക്ഷേ പേപ്പറിനൊന്നും ഒരു കുഴപ്പങ്ങളുമില്ല. അപ്പോൾ അതങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ള അന്നത്തെ വീഡിയോ നോക്കാം നമുക്ക്. ഞാനിവിടെ ഒരു ഹൈലൻഡ് ഷീറ്റിൻ്റെ പീസ് എടുത്തിട്ട് 3 ഹോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സെൻറ്ററിൽ വരുന്ന ഭാഗം നമുക്ക് ഇതുപോലെ ഇവിടെ റിബേറ്റ് വെച്ച് സെറ്റ് ചെയ്യാനുള്ളതാണ്. ഇതിൻ്റെ വയറ് ഉൾഭാഗത്തുനിന്ന് കട്ടായി പോയിട്ടുള്ളതാണ്. പേപ്പറിൻ്റെ ഭാഗത്തുനിന്ന് വയറ് വിട്ടു പോരുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് നമുക്ക് ലാപ്പ് ചെയ്തെടുത്തിട്ട് വേണം ഇതിൽ സെറ്റ് ചെയ്യാൻ. അത് ഇച്ചിരി റിസ്ക് പിടിച്ചൊരു പണിയാണ്. ഇത് നമ്മൾ സോൾഡർ ചെയ്യുമ്പം നിർബന്ധമായിട്ടും അടിയിൽ എന്തെങ്കിലും ഒരു പേപ്പർ വെച്ച് കൊടുത്തിട്ട് വേണം സോൾഡർ ചെയ്യാൻ. സോൾഡർ ചെയ്ത് ലാപ്പ് ചെയ്തതിന് ശേഷം സ്ലീവ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ. ഞാനിത് സോൾഡർ ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കാം. ഞാനിവിടെ വയർ സോൾഡർ ചെയ്ത് സ്ലീവൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിവിടെ കറക്റ്റ് ചെയ്ത് റിബേറ്റ് വെച്ച് അടിച്ചു കൊടുക്കണം. അതുപോലെ ഈ സ്ക്രൂ പുറത്തേക്ക് കൂടുതലായിട്ടുള്ള ഭാഗം കട്ട് ചെയ്ത് കളയണം. അവിടെ വയർ സെറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് അവർക്ക് കണക്ട് ചെയ്യാനുള്ളൊരു വയർ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയും വേണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഇത് ബോഡിയിൽ ഇവിടെ ടച്ച് ആവരുത്. ഇനി നമുക്കിതിവിടെ റിബേറ്റ് അടിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ റിബേറ്റ് അടിച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഉണ്ടാക്കിയത് എൻ്റെ കയ്യിൽ നിന്ന് അത് റിബേറ്റ് അടിച്ച സമയത്ത് പൊട്ടിപ്പോയിട്ടുണ്ട്. ഇപ്പം ഞാൻ മാറ്റിയിട്ട് വേറൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി കൂടുതലായി പുറത്തേക്ക് നിൽക്കുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്യണം. അതിൻ്റെ മുമ്പ് അവിടെ ഒരു വയർ കറക്റ്റ് സെറ്റ് ചെയ്ത് സോൾഡർ ചെയ്തെടുക്കണം. എന്നിട്ട് വേണം അത് കട്ട് ചെയ്ത് കളയാൻ. ഞാനിവിടെ ഒരു വയർ കറക്റ്റ് സോൾഡർ ചെയ്തെടുക്കാം. ഞാനിവിടെ വയർ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ശരിക്കും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി കൂടുതലായിട്ടുള്ള ഭാഗമാണ് നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടത്. അല്ലെങ്കിൽ ഒരു ബോക്സിനകത്തൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ അത് സൈഡിൽ തട്ടുന്ന പ്രശ്നം വരും. ഇത് കറക്റ്റ് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അവിടെ ഞാൻ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ലാപ്പ് ചെയ്ത വയർ ഒരു കാരണവശാലും ഈ പേപ്പറിൽ തട്ടി നിൽക്കരുത്. അപ്പോൾ അതിൻ്റെ വർക്കിങ്ങിനെ അത് ബാധിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി നമുക്ക് ഈ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയാണ് വേണ്ടത്. അത് ഞാനിവിടെ കട്ട് ചെയ്ത് കളയാൻ പോവാണ്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഞാൻ കൂടുതലായിട്ടുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും. എങ്കിലും അത് ക്ലിയറായിട്ട് ഏതൊരാൾക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ കാണാം.